പിന്നെ പെങ്ങളുടെ വോട്ട് എവിടെ കിടക്കുന്നറിയോ? എറണാകുളത്ത് കിടക്കുന്ന പെങ്ങളുടെ വോട്ടിന് ഇവിടെ ചേർത്തിട്ട് അവര് വോട്ട് ചെയ്യാനായിട്ട് പറഞ്ഞ ചേച്ചി വോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന വോട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലെന്ന് പറയണില്ല, അത് ഞാൻ പറയാൻ തയ്യാറാണ്. അത് ഭൂരിപക്ഷം കൂടുതലല്ലേ? വോട്ട് രാജ്യം വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. രാജ്യമാണെന്ന് ഉറപ്പിച്ച് ചേട്ടൻ ഉറപ്പിച്ചിട്ടൊന്നുമില്ലേ? പിന്നെ കർഷകന്മാരും വേണ്ടിയില്ല ഈ സുരേഷ് ഗോപി. ആള് മുങ്ങി നടക്കായിരുന്നു. അതായത് തൃശ്ശൂരിൽ ഉണ്ടായിരുന്നില്ല ആള്. പേരെന്താണ്? എന്റെ പേര് എന്തെങ്കിലാവട്ടെ. ചോക്കാരൻ പറഞ്ഞല്ലേ ഇപ്പൊ തൃശ്ശൂരിലെ സുരേഷ് ഗോപിനെ കുറിച്ചാണ് വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചേച്ചിക്ക് എന്താ പറയാനുള്ള ഈ അഭിപ്രായത്തില്? എനിക്ക് പറയാനുള്ളതേ, കള്ള വോട്ടുകൾ ചെയ്തിട്ടാണ് അയാൾ അധികാരത്തിൽ വരുന്നത്. ഉറപ്പാണ്. MP ആയിട്ട് ഇവിടുത്തെ വോട്ട് ചെയ്തിട്ടുള്ള ആളുകളെ, ഇന്ന ആൾക്കാരെ വോട്ട് ചെയ്തിട്ടുള്ള ആളുകളെ വഞ്ചിച്ചു. മനസ്സിലായ? അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം വെച്ചാൽ വോട്ടർ പട്ടിക ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്ത് ഓരോരുത്തരുടെ ബലമായിട്ട് മറ്റുള്ള പ്രദേശത്ത് മറ്റുള്ള ജില്ലകളിലത്തെ ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ചേർത്തിട്ട് വോട്ട് ചെയ്യിച്ചു. അങ്ങനെ ജയിച്ചു. അതിന് ചേച്ചിയുടെ കയ്യിൽ എന്തായാലും തെളിവുകൾ ഉണ്ടോ? അത് തെളിവ് തന്നെ വോട്ടർ പട്ടിക ദിവസം വന്നുകൊണ്ടിരിക്കല്ലേ, ആ വോട്ടർ പട്ടിക പറയും കാര്യം. ചേച്ചി വോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന? ചേച്ചി വോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന? വോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നോ? ആർക്ക്? സുരേഷ് ഗോപി. ഞാൻ ആർക്ക് വോട്ട് കൊടുത്തു എന്നുള്ളത് നിങ്ങളുടെ പറയാം. നിങ്ങളൊന്നും തന്നെ ഈ ചോദ്യം അപ്രാപ്താണ്. കാരണം വെച്ചാൽ പ്രസക്തി ഇല്ല. കാരണം ഒരു വ്യക്തിയും ഒരാള് ആർക്കാണ് വോട്ട് ചെയ്തെന്നുള്ളത് പറയില്ല. മനസ്സിലായ? താൻ പറയോ? ഞാൻ പറയാം എനിക്ക് പറയണ കുഴപ്പമില്ല. അപ്പൊ താൻ എനിക്കൊന്നും പറയാനില്ല. അല്ല വിശ്വസിക്കുന്നുണ്ടോ ചേച്ചി? വോട്ടിൽ കൃത്രിമത്വം നടന്നു വിശ്വസിക്കുന്നുണ്ടോ? എന്താണ്? വോട്ടിൽ കൃത്രിമത്വം നടന്നു വിശ്വസിക്കുന്നുണ്ടോ ചേച്ചി? വോട്ടില് നല്ല തീരുമാനം നടന്നുണ്ട്. അതിലൊരു തർക്കമില്ല. ഉറപ്പാണ്. അതിന് ആ സത്യം തെളിയുന്നു വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിലുള്ള ആരോപണങ്ങളാണ്. തെളിയിക്കട്ടെ. ഇലക്ഷൻ കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവര് BJP നടത്തിയിട്ടുള്ള തെറ്റായ നയം മനസ്സിലാവണ്ട. ആ നയം ഇവര് തിരുത്തട്ടെ. ഇവര് പറയട്ടെ ഞങ്ങള് കള്ളവോട്ട് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? എത്ര ഫ്ലാറ്റുകളിലാണ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേട്ടന്റെ പെങ്ങളുടെ വോട്ട് എവിടെ കിടക്കുന്നറിയോ? എറണാകുളത്ത് കിടക്കുന്ന പെങ്ങളുടെ വോട്ടിന് ഇവിടെ ചേർത്തിട്ട് അവര് വോട്ട് ചെയ്യാനായിട്ട് പറഞ്ഞ അവര് പറഞ്ഞ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. മനസ്സിലാവണ്ട. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ ദിവസം പ്രതി ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുക. അത് വരട്ടെ, അങ്ങനെ ചെയ്യട്ടെ. സത്യം തെളിയോ? അപ്പൊ ഒന്നാമത് തന്നെ ദളിതരായിട്ടുള്ള ആളുകളെ ഇയാളെന്താ ചെയ്യണേ? അതൊന്നും പിടിക്കണ്ട. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു റീൽസ് കണ്ടതാണ്. ഒരു വയസ്സായിട്ടുള്ള ഒരാള് പറഞ്ഞത് അയാൾ എന്തായാലും ദളിതൻ തന്നെയാണ്. ഷെയ്ക്കിന്റെ കൊടുക്കാൻ ചോദിച്ചിട്ടേ പോ ഇങ്ങനെയാണോ ആളുകളുടെ അടുത്ത് പെരുമാറുന്നത്? പ്രജകള് ഈ വോട്ട് ചെയ്തവരൊക്കെ പ്രജകളാ. അത്ര ഇയാളെ രാജാവാ. പൊയ്ക്കോ. തൃശ്ശൂര് സുരേഷ് ഗോപി കള്ളവോട്ട് നേടിയിട്ടാണ് എടുത്തതെന്ന് പറയുന്നുണ്ട്. ചേട്ടൻ എന്താ വിശ്വസിക്കണത്? ചേട്ടൻ തൃശ്ശൂർക്കാരനാണോ? വോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കിതിന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. കാരണം ഇതിപ്പോ പത്രക്കാര് പറയുമ്പോഴും TV വാർത്ത പറയുമ്പോഴും നമ്മൾ അറിയണത് ഏത് സത്യാവസ്ഥ എന്താന്നുള്ളത് കോടതിയും നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അവര് കണ്ടുപിടിക്കട്ടെ. പോലീസും കോടതി നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അവര് കണ്ടുപിടിക്കുന്നത് വിശ്വസിക്കുന്നുണ്ട് ചേട്ടാ? ഇതിലെ സത്യാവസ്ഥ പുറത്തു വരുന്ന വിശ്വസിക്കുന്നുണ്ട്? പറ്റില്ലല്ലോ. ഇതിപ്പോ അത് വെറും ആരോപണങ്ങൾ മാത്രമാണ്. ആരോപണം ഇപ്പൊ നമുക്ക് ആരോപണം പറയാൻ പറ്റില്ലല്ലോ. അവസ്ഥ എന്താന്നുള്ളത് ഇലക്ഷൻ കമ്മീഷണർക്ക് ചെക്ക് ചെയ്യാലോ. അവരെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പോലീസായാലും കോടതി ആയാലും ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നീക്കാനുള്ള ആൾക്കാരുണ്ടല്ലോ. അവരൊക്കെ ചെയ്യട്ടെ. നമ്മളൊക്കെ സാധാരണ ജനങ്ങളല്ല. നമ്മളൊരു അയാള് വോട്ട് ചെയ്യാൻ പറയുമ്പോ വോട്ട് ചെയ്യാ അത്രയുള്ളോ. ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കളതറ നടക്കണോന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, അയാള് സ്ഥാനത്ത് കയറിയതിന് ശേഷം ആൾക്ക് ആരോപണങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് അത് പറയാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ഇതിന് ഇലക്ഷനിൽ നിന്നും ആള് ചോദിച്ചു. അതിന് കള്ളോട്ടാണോ നല്ലോട്ടാണോ നമുക്കറിയില്ല. വിശ്വസിക്കുന്നുണ്ട്? വിശ്വാസം ഇല്ല. അത് വിശ്വസിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇതിപ്പോ പത്രക്കാരും മാധ്യമങ്ങളും പറയുന്ന കാര്യങ്ങളാണ്. ഇതിന്റെ നിജസ്ഥിതി എന്താന്നുള്ളത് കണ്ടുപിടിക്കുന്നവര് കണ്ടുപിടിക്കട്ടെ. അതാ എനിക്ക് പറയാവോ. അപ്പൊ സത്യം പുറത്തു വരില്ലോ. അല്ലാതെ നമ്മളൊക്കെ എന്ത് ചെയ്യാനാ? എന്ത് കാണിച്ചാലും എന്ത് ചെയ്താലും ഒക്കെ സഹിക്കല്ലേ. അത്രേ. ശരി. വ്യാജ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി ഭരണം നേടിയെന്ന് പറയുന്നത്. അറിയാം എന്താ പറയാനുള്ളത്?
ഇപ്പൊ നമ്മളിത് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ തൃശ്ശൂരിന്റെ വിഷയം തന്നെ പുറത്തു വരാനുള്ള കാരണം അഖിലേന്ത്യാ തലത്തില് നമ്മുടെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ ഈ തൃശ്ശൂരിന്റെ വിഷയം തന്നെ പുറത്തേക്ക് വരുന്നത്. ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജനാധിപത്യത്തിന് നേരെയുള്ള ഒരു കടക്കൽ കത്തിവയ്ക്കലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാവുന്നത്. കാരണം സ്വതന്ത്രമായി വോട്ട് ചെയ്ത് വിജയിക്കേണ്ട ആളുകൾ വേറെ രൂപത്തിൽ ജയിച്ചു അല്ലെങ്കിൽ ജയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി എന്നാണ് അതിൽ വിശ്വസിക്കുന്നുണ്ടോ വ്യാജ വോട്ടാണെന്ന്? കാരണം ഇത് സുരേഷ് ഗോപിക്ക് മാത്രം ഉത്തരവാദിത്തപ്പെട്ടുള്ളതല്ല, അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രം ഉത്തരവാദിത്തത്തിൽ പെടുന്ന കാര്യങ്ങളല്ല. ഇതിന് വ്യക്തമായ BLOമാരുണ്ട്, ബൂത്ത് ലെവൽ ഓഫീസർമാരും അതുപോലെ തന്നെ ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട്. ഇവിടെ ഒന്നും അറിയാതെ തന്നെ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ എന്റെ ഒരു ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ആസൂത്രിതമായിട്ട് നടന്നിട്ടുള്ള ഒരു സംഭവം ആയിരിക്കാനാണ് സാധ്യത. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളത് പോലെ ഇപ്പൊ സുനിൽകുമാർ ആരോപിച്ചതുപോലെ ഒരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യത ഇതിൽ നിന്ന് നമ്മൾ ഊഹിച്ചെടുക്കാവുന്നതാണ്. ചേട്ടാ ആർക്ക് വോട്ട് കൊടുത്തത്? ഞാൻ അത് നമ്മൾ പറയുന്നത് ശരിയല്ല, അല്ലാണ്. അത് എന്റെ ടോണിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ കൂടിയും അത് നമ്മൾ അങ്ങനെ ഇതൊരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ഒരു സംഭവം. അപ്പൊ ഇത് ബൂത്ത് ലെവൽ ഓഫീസർമാർ നമ്മളൊരു വോട്ട് ചേർക്കുമ്പോൾ നമ്മൾ പുതുതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് വരുന്നത് ഹിയറിങ്ങിന് വിളിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള തെറ്റായ രൂപത്തിലൂടെ റെസിഡൻസ് അഡ്രസ് വെച്ചിട്ട് ഇതിൽ വോട്ടർമാർ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഇതിന്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ പറയുന്നത് ഇത് BJP അവകാശപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ എത്രയോ പതിനായിരക്കണക്കിന് വോട്ടുകൾ എന്താ പറയാ ഫ്ലാറ്റ് തലത്തിൽ തന്നെ ചേർക്കുന്നുള്ളത് അവരുടെ അവകാശവാദം. നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പറഞ്ഞത് ആ വിജയത്തിന് കാരണം ഞങ്ങൾ ഇത്രമാത്രം വോട്ടുകൾ ഫ്ലാറ്റ് ലെവലിൽ നിന്ന് ഞങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ടെന്നുള്ളത്. എന്ത് തന്നെയായാലും ഇത് ജനാധിപത്യത്തിന് ചേർന്നതല്ല. സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ പോകുന്നവർക്കുള്ള ഒരു അപമാനം കൂടിയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് സുരേഷ് ഗോപി യോഗ്യനല്ല തൃശ്ശൂർ ഭരിക്കാൻ. തൃശ്ശൂർ ഭരിക്കാൻ സുരേഷ് ഗോപി യോഗ്യനല്ല എന്ന് ഞാൻ പറയുന്നില്ല. ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ആള് തീർച്ചയായിട്ടും അതിനർഹനാണ്. പക്ഷെ അത് തെറ്റായ വളഞ്ഞ വഴിയിലൂടെ ഏതെങ്കിലും രീതിയിൽ അത് നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിരുന്നു. ഞങ്ങക്ക് പറയാനുള്ളത് ഞങ്ങളെ ജനങ്ങളെ വിട്ടുകളാക്കിക്കൊണ്ടിരിക്കുക. എല്ലാ പാർട്ടിയിലും ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇതിപ്പം നമ്മളോട് ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചിട്ട് എത്ര നാളായി, വീണ്ടും ഇപ്പോഴല്ലേ ഇതിങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളെ ജനങ്ങളാണ് വിട്ടുകൾ. അതൊന്നും മനസ്സിലാക്കുക എല്ലാരും. ജനങ്ങള് വിട്ടുകളാക്കിക്കൊണ്ടിരിക്കുക. മന്ത്രിമാര് എല്ലാവരും കൂടി വിട്ടുകളാക്കുക. ഞങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്തിട്ടല്ലേ അവരിന്ന് കസേര കയറിയിരിക്കണ വലിയ വലിയ നിലയിലിരിക്കണത്. നമ്മളിന്ന് ഇന്ന് ഈ ജോലിക്ക് വന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. എനിക്കത് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. അല്ല ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ ഈ വോട്ട് ശരിക്കുള്ള വോട്ടാണോ വ്യാജ വോട്ടാണോ വിശ്വസിക്കുന്നുണ്ടോ? ഞാനത് പറയാനുള്ള ആളല്ല. വോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വോട്ട് കൊടുത്ത ഏത് പാർട്ടിക്കാണ് ഇപ്പൊ മോനോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ കടമയാണ്, അതെനിക്ക് പറയേണ്ട ആവശ്യമില്ല. എന്താ പറയാനുള്ളത്? തൃശ്ശൂർക്കാരാണ് സുരേഷ് ഗോപിയെ വോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വോട്ട് വ്യാജാണോ സത്യമാണോ എന്നുള്ളതാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് എന്താ പറയാ തൃശ്ശൂർക്കാരി എന്ന നിലക്ക്? തൃശ്ശൂരെന്ന നിലയ്ക്ക് അത് വിശ്വസിക്കുന്നില്ല. ഇല്ലില്ല, ആ കാര്യത്തിൽ വിശ്വാസമില്ല. ഞാൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നുള്ളത് ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. അത് ശരിയാ, കുഴപ്പം, അതങ്ങനെ പോട്ടെ. പക്ഷെ അല്ലാതെ തന്നെ ഈ തലത്തിലിരുന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു പ്രശ്നം മാത്രമല്ലല്ലോ ഉള്ളത്, ഈ ഒരു പാർട്ടിക്ക് മാത്രമല്ല. ഇതിലും വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന പാർട്ടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നും ഒരാൾ പ്രതികരിക്കുന്നില്ല. ഈ ഒരു പ്രശ്നത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും പ്രതികരണം ഉണ്ടാവുന്നത്? അതാണ് ചേച്ചി ചോദിക്കുന്നത്. ചേച്ചി വോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന? വോട്ട് കൊടുത്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയണില്ല. അത് ഞാൻ പറയാൻ തയ്യാറാണ്. അത് വോട്ട് കൊടുത്തിട്ടുണ്ട്. അത് അയാൾക്ക് തന്നെയാണ്. ചേച്ചി വിശ്വസിക്കുന്നില്ല? ഇല്ലില്ല, വിശ്വസിക്കുന്നില്ല. തൃശ്ശൂര് ഇയാള് ഭരിക്കട്ടെ അല്ലേ? അതങ്ങനെ തന്നെ, അതങ്ങനെ ആ ഒരു ആഗ്രഹം അങ്ങനെ തന്നെയാണ്. ഇനിയുള്ള കാലത്ത് അങ്ങനെ തന്നെ. അത് അയാൾക്ക് തന്നെ ആള് ഭരിക്കണം തന്നെയാണ് ആഗ്രഹം. ഇനിയുള്ള അങ്ങോട്ട്. ഓക്കെ, ശരി. വാർത്തകൾ കാണാറില്ലേ? വാർത്തകൾ മൊത്തം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന തൃശ്ശൂരും സുരേഷ് ഗോപിയാണ്. എന്താണ് വ്യാജ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഭരിച്ചുകൊണ്ടിരിക്കണെന്ന് പറയുന്നത്.
ഭൂരിപക്ഷം കൂടുതലല്ലേ പുറത്തോട്ട് രാജ്യം വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വ്യാജാണെന്ന് ഉറപ്പിച്ച് ചേട്ടാ. ഞാൻ ഉറപ്പിച്ചിട്ടൊന്നുമില്ലേ പിന്നെ പറഞ്ഞല്ല. രാഷ്ട്രീയക്കാര് പല കളി കളിക്കും, പല പരാതികളും പറയും. രാഷ്ട്രീയ കളികളാണോ അതൊക്കെ? രാഷ്ട്രീയ കളികളാ. ചേട്ടൻ വിശ്വസിക്കുന്നില്ല? ചേട്ടൻ വിശ്വസിക്കുന്നില്ല? ഞാൻ വിശ്വസിക്കുന്നില്ല അത്. ചേട്ടൻ സുരേഷ് ഗോപിക്കാണ് വോട്ട് കൊടുക്കുന്നത്? സുരേഷ് ഗോപിക്ക് വോട്ട് ഈ പ്രാവശ്യം ചെയ്തു. ഞാൻ ചെയ്യാറില്ലേ, ഈ പ്രാവശ്യം സുരേഷ് ഗോപിക്ക് ചെയ്ത. കഴിഞ്ഞ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ഇല്ല, പ്രാവശ്യം ചെയ്ത്. ഈ പ്രാവശ്യം ചെയ്തു. വീട്ടുകാര് മൊത്തം? വീട്ടുകാര് മൊത്തമല്ല, എന്റെ വോട്ട്. വീട്ടുകാരെ അത് ചെയ്തതെന്ന് എനിക്കറിഞ്ഞു. അത് എനിക്ക് പറയണ്ട. അല്ല, ചേട്ടാ ഈ വർഷങ്ങളിൽ വിശ്വസിക്കുന്നില്ല? ശരി, അയാള് വിശ്വസിക്കുന്നില്ല. നല്ല ഭൂരിപക്ഷത്തില് ജയിച്ചല്ലേ സുരേഷ് ഗോപി. വ്യാജോട്ടൊന്നല്ല. വ്യാജോട്ടം ഉണ്ടോന്ന് പറയാൻ പറ്റില്ല, നമുക്ക് അറിഞ്ഞൂടാ. ഉണ്ടെങ്കിൽ തന്നെ അതുകൊണ്ട് ജയിച്ചല്ല, വോട്ട് കിട്ടിയോണ്ട് ജയിക്കുന്നില്ലാണ്. വ്യാജ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂർ ഭരിച്ചുകൊണ്ടിരിക്കണമെന്ന് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. ചേട്ടൻ എന്താ വിശ്വസിക്കുന്നത്? വ്യാജ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂർ സുരേഷ് ഗോപി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടനിപ്പോ എങ്ങനെ മനസ്സിലായി വ്യാജാണെന്ന്? വ്യാജാണെന്നുള്ളത് ഇപ്പൊ നമ്മുടെ രാഹുൽ ഗാന്ധി കുറെ രേഖകളൊക്കെ പുറത്തുവിട്ടില്ലേ, അതിൽ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ കുറെ തട്ടിപ്പുകൾ ഉണ്ടായില്ലേ. അപ്പൊ അതന്നെ തിരിമറി കുറെ നടന്നിട്ടുണ്ട് ആ സ്ഥലങ്ങളില്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ നടന്നിട്ടുണ്ടെന്നുള്ള മുമ്പും പറഞ്ഞിരുന്നു. നമ്മുടെ മത്സരിച്ചിരുന്ന സുനിലല്ലേ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും മുഖാരിക്ക് എടുത്തിരുന്നില്ല. ഇപ്പൊ അത് വ്യക്തമായിട്ട് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ എല്ലാവർക്കും വ്യാജം തന്നെയാണെന്നുള്ളത്. അതായത് സുരേഷ് ഗോപി ഞാൻ താമസിക്കുന്ന ഭാഗത്താണ് വന്ന് താമസിച്ചിരുന്നത്. ആള് തൃശ്ശൂർക്കാരനല്ല, അവിടെ വീട് മേടിച്ചത് കൊണ്ട് താമസിച്ചിരുന്നത്. ഇപ്പൊ അവിടെ വീട്ടിലൊന്നുമില്ല, ആള് പോയിപ്പോ അവിടുന്ന്. അപ്പൊ അത് തന്നെ ഒരു വ്യാജാണ്. പിന്നെ അവരുടെ വീട്ടുകാരെ വോട്ട് ചേർത്തു അവിടെ, അങ്ങനെ കുറെ സംഭവങ്ങൾ നടന്നുണ്ട്. അത് തീർച്ചയായിട്ടും വ്യാജം തന്നെയാണത്. ചേട്ടൻ വോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപിക്ക്? ഇല്ല, ഞാൻ വോട്ടിട്ടുണ്ട്. വോട്ട് കൊടുത്തിട്ടില്ല? അല്ല, വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? സുരേഷ് ഗോപിക്ക് അല്ലാന്ന് മാത്രം. എന്റെ ഭാഗത്ത് തന്നെയായിരുന്നു ആളുടെ ഈ വോട്ടും അവിടെ തന്നെയായിരുന്നു. മുക്കാട്ടുകര. പക്ഷെ സുരേഷ് ഗോപി വോട്ട് കൊടുത്തില്ല. എന്ത് പറ്റി വോട്ട് കൊടുക്കാണ്ടിരിക്കാൻ കാരണം? അല്ല, നമ്മള് സുരേഷ് ഗോപിനെ നമ്മൾ വിശ്വസിക്കുന്നില്ല, പാർട്ടി വിശ്വസിക്കുന്നില്ല. ആ പാർട്ടി ഒരു വർഗീയ പാർട്ടിയാണ്, നമ്മൾ വിശ്വസിക്കുക. BJP പാർട്ടി ആയതുകൊണ്ടാണ് സുരേഷ് ഗോപി വോട്ട് കൊടുക്കാണ്ടിരുന്നത്. അതായത് ഇപ്പൊ തന്നെ കണ്ടില്ലേ, പല സ്ഥലങ്ങളിലും ഈ മറ്റുള്ള ജാതിക്കാരൊക്കെ ക്രിസ്ത്യാനികളെ തല്ലിനും പിടിക്കലേക്ക് ഉണ്ടായിട്ടുള്ള ഒരു അക്ഷരന്മാരും വേണ്ടിയില്ല ഈ സുരേഷ് ഗോപി. ആള് മുങ്ങി നടക്കായിരുന്നു. അതായത് തൃശ്ശൂരിൽ ഉണ്ടായിരുന്നില്ല ആള്. അതായത് മറ്റേ ചാനലുകാരും പുലിക്കൊന്നും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല ഈ സംഭവം നടക്കുമ്പോ, കന്യാസ്ത്രീകളെ പെടുത്തി തല്ലലും നടക്കുമ്പോ. ആള് എവിടെയൊന്നും ആർക്കും അറിയില്ല, ഒളിയൂര് പോയ പോലെ ആയിരുന്നു അവര്. എന്നിട്ട് ഇപ്പോഴാണ് ഇപ്പൊ പുറത്തു വന്നത്. അപ്പൊ അത് തന്നെ ചാനലുകാർ പലരും ചോദിക്കുമ്പോ ആള് മിണ്ടാതെ തലകും പുട്ടും പോണത് ഈ വ്യാജ വോട്ടിന്റെ കാര്യം ചോദിക്കുമ്പോ സുരേഷ് ഗോപി. അപ്പൊ അത് തീർച്ചയായിട്ടും അത് തന്നെയാണ്, വോട്ട് തന്നെയാണ്. ചേട്ടൻ ഉറച്ചു വിശ്വസിക്കുന്നു? പിന്നെന്താ, ഉറച്ചു തന്നെ വിശ്വസിക്കുന്നത്. ഇപ്പൊ തുടർന്ന് ഭരിക്കാൻ അനുവാദം കൊടുക്കുക അതൊന്നും താല്പര്യമില്ല ചേട്ടന്? ഇല്ല. ഞാൻ പറഞ്ഞ രാജിവെക്കാൻ നല്ലത്. രാജിവെച്ചിട്ട് ഇനി വീണ്ടും ഒരു ഇലക്ഷൻ വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ ശരിക്ക് സ്വതന്ത്രനായിരിക്കണം. അത് BJPയുടെ അണ്ടറിലാണ് ഇപ്പൊ. അത് മുമ്പ് ഒരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു, സ്റ്റേഷനൊക്കെ നിഷ്പക്ഷമായിരുന്ന കാര്യങ്ങളൊക്കെയായിരുന്നു. അതേപോലെയല്ല ഇപ്പോഴത്തെ ഈ ഇലക്ഷൻ കമ്മീഷൻ. BJPയുടെ എന്ത് പറയുന്നു അതേപോലെ ചെയ്തിട്ട്. അതിപ്പോ ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല, നമ്മുടെ ഞാൻ പറയാൻ പാടില്ല എന്നാലും കോടതികൾ വരെ ഈ BJPയുടെ ഒപ്പം നിൽക്കുന്നത്. പല വിധികളും നമുക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ മൊത്തത്തില് BJP ഒരു ശരിയായിട്ടുള്ളൊരു ഭരണമല്ല.